നമസ്കാരം. മഹാവികാസ് അഘാഡിയിൽ തർക്കമുള്ള സീറ്റുകളിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം. 22 സീറ്റുകളിൽ മത്സരിക്കും എന്നുകൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ 17 സീറ്റുകളിലേക്ക് ശിവസേന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മുംബൈയിലെ 5 സീറ്റുകളിലും തങ്ങൾ മത്സരിക്കും എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ശിവസേന നേതാവ്. മുംബൈയിൽ തങ്ങൾക്ക് 5 സീറ്റുകൾ ഉണ്ട് എന്നും നോർത്ത് മുംബൈ, താനെ, കല്യാൺ, പാൽഘർ, ജാൽഗഡ് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നും ശിവസേനയുടെ MP ആയ സഞ്ജയ് റാവത്ത് പറയുകയും ചെയ്തു. എന്തായാലും നേരത്തെ 17 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസ് ലക്ഷ്യമിട്ടിരുന്ന സാംഗ്ലി, മുംബൈ നഗരത്തിലെ സീറ്റുകളിലും ശിവസേന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. ഈ പ്രഖ്യാപനത്തിൽ കോൺഗ്രസ് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്തെത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് തങ്ങൾ ഒരു കാരണവശാലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് അറിയിച്ചുകൊണ്ട് 5 സീറ്റുകളിലേക്ക് കൂടി ശിവസേന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടുകൂടി 22 സീറ്റുകളിലാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാഗ്യ പരീക്ഷണത്തിന് ഇറങ്ങുന്നത്. എന്തായാലും ഈ സീറ്റുകളിലൊക്കെ മേൽക്കൈയുള്ളത് കോൺഗ്രസിനാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഈ സീറ്റുകളിൽ, പ്രത്യേകിച്ചും സാംഗ്ലിയിലും മുംബൈയിലെ 5 സീറ്റുകളിലും വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങാതെ നിന്നത്. പക്ഷേ ശിവസേനയെ സംബന്ധിച്ച് കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ച് നേട്ടം കൊയ്യേണ്ടത് അവരുടെ രാഷ്ട്രീയപരമായ നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണ്. എന്തായാലും ഉദ്ധവ് താക്കറെക്ക് അത്ര നല്ല കാലമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒറ്റയ്ക്ക് മത്സരിച്ച് നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചില്ല എങ്കിൽ വലിയ തിരിച്ചടി തന്നെയായിരിക്കും ഉദ്ധവ് വിഭാഗത്തിന് നേരിടേണ്ടി വരിക. പ്രതിപക്ഷ സഖ്യം പൊളിഞ്ഞാൽ ഉദ്ധവ് താക്കറെ പെരുവഴിയിലാകുമെന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചർച്ചയിൽ വരുന്നുണ്ട്. നമുക്കറിയാം, ഉദ്ധവ് താക്കറെയുമായി BJPക്ക് കടുത്ത അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എങ്കിൽ പോലും BJPയുടെ ഒരു മുതിർന്ന നേതാവും ഇതുവരെയും ഉദ്ധവ് താക്കറയെ കടന്നാക്രമിച്ചിട്ടില്ല. അല്ലെങ്കിൽ രൂക്ഷമായ പ്രതികരണങ്ങളൊന്നും തന്നെ ഉദ്ധവിന്റെ നേർക്ക് ഉണ്ടായിട്ടുമില്ല. ഇതിനർത്ഥം NDAയുടെ വാതിൽ ഒരിക്കലും ഉദ്ധവ് താക്കറെക്ക് മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷേ NDAയിലേക്ക് ഇനി ഉദ്ധവ് താക്കറെ വന്നാലും അവിടെ ഷിൻഡെ മാത്രമായിരിക്കില്ല വെല്ലുവിളിയുടെ രൂപത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുടെ തലവനായ രാജ് താക്കറെ NDA പക്ഷത്തേക്ക് എത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഒക്ടോബർ ആദ്യവാരം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മഹാരാഷ്ട്രയിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം ഉദ്ധവ് താക്കറെ പക്ഷത്തിന് കടുത്ത അഗ്നിപരീക്ഷ തന്നെയാണ് കാത്തുവച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.